അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അതിമഹത്തായ രാത്രിയുടെ ഗുണം ലഭിച്ച ആളുകൾക്കുണ്ടാകുന്ന ചില അടയാളങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല, ചില ആൾക്കാർക്കേ കിട്ടുള്ളൂ. ആ ലൈലത്തുൽ ഖദർ ലഭിച്ച ആളുകൾക്കുണ്ടാകുന്ന ചില മാനസികമായ ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ റമളാൻ എന്ന് പറയുന്ന അതിമഹത്തായ മാസത്തിലെ ഒരു രാവ് ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒരൊറ്റ രാത്രി. ഒരു മനുഷ്യായുസ് മുഴുവനും ചെയ്താൽ പോലും ഒരൊറ്റ ലൈലത്തുൽ ഖദറിനേക്കാൾ കൂടുതൽ സൽക്കർമ്മം പ്രതിഫലം നമുക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ അത്രയും മഹത്വമുള്ള ഒരു മനോഹരമായ രാത്രി വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അതും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇന്ന രാത്രിയാണ്, റമളാനിൻ്റെ അവസാനത്ത് ഇന്ന രാത്രിയാണെന്ന് റസൂലുള്ളാഹി കൃത്യമായി പറഞ്ഞിട്ടില്ല. എങ്കിലും റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ അത് സംഭവിക്കുമെന്ന കാര്യം വളരെ ഉറപ്പാണ്. ഭാഗ്യവാന്മാരായ ചില പ്രത്യേക ആളുകൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പെടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ആളുകളുടെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദർ ലഭിച്ച ആളുകൾക്ക് അനുഭവപ്പെടുന്ന ചില അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ അടയാളം അത്തുമഇനീനതു വസ്സകീനതു എന്നതാണ്. ഒരു വല്ലാത്തൊരു മനസമാധാനമുണ്ടാവും, അല്ലേ? ദുനിയാവിൻ്റെ ചിന്തകളൊക്കെ മറന്ന് എൻ്റെ ശരീരം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ അയൽവാസികൾ, എൻ്റെ ജോലി, ഇങ്ങനെയുള്ള ആകുലതകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഈ മാനസികമായ എല്ലാ പ്രശ്നങ്ങളും ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ ആത്മീയമായ ഒരു മേഖലകളിലേക്ക്, ഒരു വലിയ ആത്മീയ ഉല്ലാസത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അതാണ് പറഞ്ഞത് അത്തുമഇനീനതു വസ്സകീനതു. ഇതെല്ലാവർക്കും ഒന്നും കിട്ടൂല. ഇതിൻ്റെ കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാമീപ്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകളൊക്കെ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു വല്ലാത്ത രാത്രിയാണ്. അപ്പോൾ ആ മലക്കുകളുടെ സാമീപ്യമുള്ളവർക്ക് മനസമാധാനം ഉണ്ടാകും എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ അനുഭവം. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി രണ്ടാമത്തത് അല്ലദ്ദതു ഫിൽ ഇബാദ, ആരാധനകളിലുള്ള മാധുര്യം. അല്ലേ? എത്ര നിസ്കരിച്ചിട്ടും പൂതി തീരുന്നില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും ആഗ്രഹം മാറുന്നില്ല. നിസ്കരിക്കാനൊക്കെ വല്ലാത്തൊരു ഉത്സാഹം, സമയം പോകുന്നതേ അറിയുന്നില്ല. രാത്രി ഉറക്കമൊഴിച്ചതിൻ്റെ ക്ഷീണമല്ല. ഒരുപാട് സുജൂദുകളും റുകൂഅകളും ആയത്തുകളും ഒക്കെ ചെയ്തു തീർത്തു, ഓതി തീർത്തു, എന്നിട്ടും ഒരു പ്രശ്നമല്ല. അതിലിങ്ങനെ ലയിച്ചു പോയി, നിസ്കാരങ്ങളിലും ഓത്തിലുമൊക്കെ ലയിച്ചു പോകുന്നു വല്ലാത്തൊരവസ്ഥ. അതാണ് അല്ലദ്ദതു ഫിൽ ഇബാദ. സാധാരണ നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സാധാരണ തറാവീഹ് 20 നിസ്കരിക്കുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച് കുഴങ്ങി ആകെ ബുദ്ധിമുട്ടിലാകും. എന്നാൽ ലൈലത്തുൽ ഖദറിന് അത് ലഭിക്കുന്ന ആളുകൾക്ക് അന്നൊരു പ്രത്യേക ഉന്മേഷം ഉണ്ടാകും എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തത് ഖുശൂഉൽ ഖൽബാണ്. ഖുശൂഉൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വിനയം, ഒരു ഹൃദയത്തിൻ്റെ വിനയഭാവം. പടച്ചോൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, അള്ളാഹു നൽകിയതാണ് എൻ്റെ ആരോഗ്യവും എൻ്റെ ശരീരവും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എന്നുള്ള ഒരു വല്ലാത്ത ഒരു പടച്ചവനിലേക്കുള്ളൊരു വിനയം നമ്മുടെ മനസ്സിൽ വരും, അല്ലേ? ഒരു വിധേയത്വം നമ്മുടെ മനസ്സിൽ വരും. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് ബുകാഉൽ ഖൽബി വൽ ഐൻ. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ബുകാഉൽ ഐനി വൽ ഖൽബ്, ഹൃദയവും കണ്ണും ഒരുമിച്ച് ഒരുപോലെ കരയുക എന്നതാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും കരയാറുണ്ട്, വേദനിച്ചിട്ട് കരയാറുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗമുണ്ടാകുമ്പോൾ കരയാറുണ്ട്. അങ്ങനെ ദുന്യവിയായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കരയാറുണ്ട്. ഖുർആൻ ഓതുമ്പോൾ കരയാറുണ്ടോ? അർത്ഥം അറിയുന്ന ആളുകൾ, കരയുന്ന ആൾക്കാർ വളരെ കുറവാണ്. മഹാന്മാരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. എന്നാൽ ഖുർആൻ ഓതുമ്പോൾ പോലും ലൈലത്തുൽ ഖദർ ലഭിച്ച ആളുകൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അവരുടെ ഹൃദയം പോലും ആ ഒരു ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ കണ്ണുനീരിൽ പങ്കുചേരും. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി വരും. അതാണ് എന്താണ് പറഞ്ഞത്? ബുകാഉൽ ഖൽബി വൽ ഐൻ, കണ്ണും ഹൃദയവും ഒരുമിച്ച് കരയുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ഇൻഷിറാഹുസ് സദ്രി. എന്താണ് ഇൻഷിറാഹുസ് സദ്ർ? ഹൃദയ വിശാലത.
ഹൃദയ വിശാലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഭർത്താവ്, ഭാര്യ, മക്കൾ, കുടുംബം, അയൽവാസികൾ. ഇങ്ങനെ തെറ്റ് ചെയ്ത ആളുകളോടൊക്കെ പകയും വിദ്വേഷവും അസൂയയും ഇങ്ങനെ ഹൃദയത്തിൻ്റെ അസുഖങ്ങളുമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നടക്കുക. എന്നാൽ ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ മനോഹരമായ രാത്രി അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അവരോടൊക്കെ ഒരു സ്നേഹം തോന്നും. പകണ്ടായിരുന്ന ആളുകളോടൊക്കെ ഒരു സന്തോഷം തോന്നും. കുഴപ്പമില്ല, അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും അയൽവാസികളോടൊക്കെ ഒരു വല്ലാത്ത സ്നേഹം തോന്നും. അത് അവർക്കുണ്ടാകുന്ന ഇൻഷിറാഹു സദർ, ഹൃദയ വിശാലതയാണ്. ഒക്കെ മാപ്പ് കൊടുക്കാൻ, ഒക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ അവർക്ക് തോന്നും. ഈ തോന്നലുണ്ടാകുന്നത് ലൈലത്തുൽ ഖദർ ലഭിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഇനി അടുത്തത് അന്നശാതു ഫിൽ ജിസ്മി, ശാരീരികമായ ഒരു ഉന്മേഷം, അല്ലേ? ശാരീരികമായ ഉന്മേഷം. ഇന്നലെ ഖുർആൻ ഓതിയപ്പോൾ 10 മിനിറ്റ് ഓതിയപ്പോഴത്തേന് വല്ലാത്ത ക്ഷീണമാണ്. ഇന്ന് എത്ര നിസ്കരിച്ചിട്ടും ഒരു ക്ഷീണമില്ല. കയ്യിനോ കാലിനോ മുട്ടിനോ ഒരു വേദനയില്ല. ഇനി ഞാനൊരു സുബഹി നിസ്കാരം വരെ, സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നിസ്കരിക്കാൻ ഞാൻ റെഡിയാ. സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഖുർആൻ ഓതാൻ ഞാൻ റെഡിയാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലൈലത്തുൽ ഖദർ ലഭിച്ച ആളുകൾ എത്തും എന്നതാണ്. അഥവാ ശാരീരികമായ ഒരു ഉന്മേഷം. എത്ര പ്രായം ചെന്ന ആളാണെങ്കിലും ലൈലത്തുൽ ഖദർ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും എന്നതാണ്. ഇനി ഏഴാമത്തത് ഖുവ്വത്തു ദുആഇ വഹുദൂരിൽ ഖൽബി. ഖുവ്വത്തു ദുആഇ വഹുദൂരിൽ ഖൽബി എന്താണ്? ആത്മസാന്നിധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള തീവ്രമായ ഒരു കഴിവ്, തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകുക, അല്ലേ? നമ്മളെപ്പോഴും ദുആ ചെയ്യാറുണ്ട്. പടച്ചോനെ, കടങ്ങൾ, മക്കൾ, കുടുംബം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും ഒക്കെ പടച്ചോൻ്റെ മുമ്പിൽ പറയാറുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ലഭിക്കുന്ന ആളുകളുടെ അന്നത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവർ ഇന്ന് വരെ ആ പ്രാർത്ഥനയുടെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഓരോ വാക്കുകളിലേക്കും തീവ്രമായി മനസ്സും ഹൃദയവും ഇറങ്ങിച്ചെന്ന് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ആത്മസാന്നിധ്യത്തോടുകൂടെ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കി അവർക്ക് ദുആ ചെയ്യാൻ കഴിയുമെന്നതാണ്. ആ പ്രാർത്ഥനയ്ക്കൊരു വല്ലാത്ത വിധേയത്വമുണ്ട്. പ്രാർത്ഥനയ്ക്ക് റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള ഒരു സന്ദേശമുണ്ട്. അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അവർക്കത് കിട്ടുന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ അന്തസത്വം മനസ്സിലാക്കിയിട്ട് ദുആ ചെയ്യാൻ കഴിയുമെന്നത്. വഹുദൂരിൽ ഖൽബ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടെയുള്ള പ്രാർത്ഥന, അല്ലേ? നമ്മൾ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും. അതൊക്കെ വല്ലാത്തൊരു രൂപത്തിൽ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമെന്നതാണ്. ഇനി എട്ടാമത്തത് അദമുൽ ഇൽതിറാബി വൽ ഖൗഫി, ഭയവും അസ്വസ്ഥതയും ആ രാത്രി നമ്മിൽ നിന്നും വിട്ടുപോകും എന്നതാണ്. നമ്മൾ ഒരുപാട് ഭയത്തിലൂടെയാണ് ജീവിക്കുന്നത്. നാളെ എനിക്ക് രോഗം വരുമോ? നാളെ എൻ്റെ കുടുംബം എന്നെ വിട്ടു പോകുമോ? എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോകും? എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ? അല്ലെങ്കിൽ നാളെ കടം വരുമോ? നാളെ എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? അങ്ങനെ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ആദിയോടുകൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമുക്ക് അങ്ങനെ ഒരു സങ്കടത്തിലൂടെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഉറക്കം പോലും നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കടങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാണ്. ഇങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഭയവും പ്രശ്നങ്ങളുമൊക്കെ ആ രാത്രി നമ്മൾ മറന്നുപോയിട്ട് ഒരു ആത്മീയമായ ആനന്ദത്തിൻ്റെ ഉല്ലാസത്തിലേക്ക് നമ്മൾ നടന്നു കയറും. അതാണ് അദമുൽ ഇൽതിറാബി വൽ ഖൗഫ് എന്ന് പറയുന്നത് എട്ടാമത്തെ അടയാളം. ഇനി ഒമ്പതാമത്തെ അടയാളമാണ് അൽ ഇഖ്ബാലു അലൽ ആഖിറ. അൽ ഇഖ്ബാലു അലൽ ആഖിറ, ആഖിറത്തിനെ നമ്മൾ പരലോക ചിന്തയിലേക്കൊരു തിരിച്ചുവരവാണ്, അല്ലേ? ഒരു രാത്രി നമ്മളിപ്പോൾ ദുനിയാവിൻ്റെ ചിന്തകളിലൂടെയാണ് ജീവിക്കുന്നത്, അതോടൊപ്പം ആഖിറത്തിൻ്റെ ചിന്തയും നമുക്കുണ്ടാകും. എന്നാൽ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സമയത്ത് ദുനിയാവ് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. എന്നെ എല്ലാവരും ഇട്ടേച്ചു പോയാലും, നാളെ എനിക്ക് വലിയ രോഗം വന്നാലും, എൻ്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടാലും, ജോലി നഷ്ടപ്പെട്ടാലും, ആഖിറത്ത് നാളെ പാരത്രിക ലോക ജീവിതം എനിക്ക് വിജയിച്ചാൽ മതി എന്നൊരു ചിന്തയിലേക്ക് ആ മനുഷ്യൻ വരും. അതാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ലൈലത്തുൽ ഖദർ ലഭിക്കുമ്പോൾ കടന്നു പോകും. കാരണം നമ്മുടെ ചുറ്റുമുള്ളത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. വളരെ 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 ചുരുക്കം ആളുകൾക്കാണ് ലൈലത്തുൽ ഖദർ ലഭിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി പത്താമത്തെ അടയാളം ഇഅ്തിദാലുൽ ജവ്വി വസ്സുകൂനി ഫിൽ ലൈലത്തി എന്നാണ്. ആ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന രാത്രിയുടെ അന്തരീക്ഷം, രാത്രിയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു മിതോഷ്ണമായ അവസ്ഥ, കൂടുതൽ ചൂടുമില്ല, കൂടുതൽ തണുപ്പുമില്ല, വല്ലാത്തൊരു നല്ലൊരു അന്തരീക്ഷം.
നല്ല ചെറിയ ഇളങ്കാറ്റൊക്കെ ആയിട്ട് നല്ല കുളിർമയോടുകൂടെ ഇതുവരെ ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു അനുഭൂതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതാണ് ലൈലത്തുൽ ഖദർ ലഭിച്ച 10ാമത്തെ അടയാളം എന്ന് പറയുന്നത്. ഈ 10 അടയാളങ്ങളിൽ മുഴുവനും വേണമെന്നൊന്നുമില്ല, കുറച്ചെങ്കിലും നമുക്കുണ്ടെങ്കിൽ ആ ലൈലത്തുൽ ഖദറിൻ്റെ മനോഹരമായ എത്രയാണ്, അൽഫി ഷഹർ, 1000 മാസങ്ങളുടെ പ്രതിഫലമുള്ള രാത്രി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ജീവിതത്തിൽ ഒന്ന് കിട്ടിയാൽ മതി, ഒരു വർഷത്തിലൊന്നുള്ളൂ എങ്കിലും ജീവിതത്തിൽ കുറേ ഉണ്ടല്ലോ. ആ ജീവിതത്തിൽ ഒന്ന് കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ഖൈറാകും. അത് നാളെ പാരത്രിക ലോക ജീവിതത്തിൽ വിജയിക്കാനും അത് നമുക്ക് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.